സംവിധായകൻ ബാലചന്ദ്രകുമാർ മരണപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്. ഹൃദയ സംബന്ധമായ രോഗകാരണങ്ങൾ കൊണ്ട് അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെ പുലർച്ചെ 5:40 അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ ഇതിനെ സംബന്ധമായിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്. ദിലീപിന്റെ പ്രധാന ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം മാത്രമേ ഇന്ന് ആരാധകർക്ക് ഉണ്ടാവുകയുള്ളൂ. അത് മറ്റാരുടെയും പേരല്ല, സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ പേര് തന്നെയായിരിക്കും. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപാണ് യഥാർത്ഥ പ്രതി എന്ന് എല്ലാവരെയും അറിയിക്കുകയും തെളിവുകൾ സഹിതം കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ്. അതിജീവിതയ്ക്കൊപ്പം നിന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു ബാലചന്ദ്രകുമാർ. ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്. ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചത്. ഹൃദയ സംബന്ധമായ രോഗാവസ്ഥയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ മുതലായിരുന്നു കേസിന്റെ അവസാന വാദം കേട്ടു തുടങ്ങിയത്. ആ ഒരു അവസ്ഥയിൽ തന്നെ അത് മുഴുവനായി കേൾക്കുവാൻ പോലും ബാലചന്ദ്രകുമാർ കാത്തിരുന്നില്ല എന്ന് വേണം പറയാൻ. ഹൃദയം, വൃക്ക രോഗങ്ങളെ തുടർന്നായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നത്. എങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകൾക്കും അദ്ദേഹം കാതോർത്തിരുന്നിരുന്നു. ആരും സഹായിക്കാനില്ലാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നും ആരാധകരിൽ പലരും കമന്റ് ബോക്സിലൂടെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം പറയുന്നു എന്ന് വേണം പറയാൻ. സഹായിക്കാൻ ആരുമില്ലായിരുന്നു, സഹായിക്കാൻ ആരും എത്തിയിരുന്നില്ല എന്ന് വേണം. ഈ വാർത്തകളൊക്കെ തന്നെയും ഇദ്ദേഹത്തിന്റെ ആരാധകരെയും പ്രേക്ഷകരെയും ഒരുപാട് ദുഃഖിച്ചു. അദ്ദേഹം ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തു വെച്ചുകൊണ്ടാണ് മരണത്തിന് വിധേയനായത്. വൃക്കാരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറന്നിരുന്നില്ല. ദിലീപിനെതിരെ ബലാത്സംഗ കുറ്റം മാത്രമായിരുന്നു ആദ്യം ചുമത്തിയിരുന്നത്. എന്നാൽ ബാലചന്ദ്രകുമാറിന്റെ കേസിലെ ഇടപെടലായിരുന്നു ദിലീപിനെതിരെയുള്ള പല തെളിവുകളും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പുറത്തു വന്നത്. ആദ്യം വെളിപ്പെടുത്തിയതിന് പിന്നാലെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ നടന്നത് ബാലചന്ദ്രകുമാറിന്റെ തെളിവുകൾ അടക്കമുള്ള പ്രവചനങ്ങളും അതുപോലെ അദ്ദേഹം പറഞ്ഞതും തന്നെയാണ് കേസിൽ നിർണായകമായി തന്നെ ദിലീപിനെതിരെ ഏറ്റവും കൂടുതൽ തിരിയാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയത്. ആദ്യമൊക്കെ തന്നെയും ദിലീപ് കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയെങ്കിലും ബാലചന്ദ്രകുമാറിന്റെ നിർണായകമായ തെളിവുകൾ അത് സമർപ്പിച്ചത് കൊണ്ട് തന്നെ ദിലീപ് ഒരിക്കലും കേസിൽ നിന്നും ഊരാതെ പെട്ടുപോവുകയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ദിലീപിന് ന്യായം പുറത്തു പറയാൻ ആകാത്ത വിധം തന്നെ ദിലീപ് കുടുങ്ങുന്ന കാഴ്ചയായിരുന്നു പിന്നീട് പ്രേക്ഷകർ കണ്ടത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പുതിയ വഴിത്തിരിവുകൾ കൊണ്ടുവന്നത് സംവിധായകൻ ബാലചന്ദ്രകുമാർ ആയിരുന്നു. തനിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള പല വെല്ലുവിളികളും മറികടന്നായിരുന്നു അദ്ദേഹം തെളിവുകളെല്ലാം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയത്.